Good morning, students. Welcome to a lecture series of mechanics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടൈഡ്സ് ആർ ഫോംഡ് is one of the important applications for non-inertial frames of reference. Non-inertial frames of reference ന്റെ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ടൈഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത്. ടൈഡ്സിന്റെ ജനറൽ പെക്യൂലിയാരിറ്റീസും എങ്ങനെയാണ് ടൈഡ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ലെക്ചേഴ്സിൽ നമ്മൾ ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തും. അപ്പോൾ ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് ഹൗ ടൈഡ്സ് ആർ ഫോംഡ്. ഓക്കെ, സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഒരു ഹൈ ടൈഡിൻ്റെയും ലോ ടൈഡിൻ്റെയും ഫിഗറാണ്. ഹൈ ടൈഡ്സും ലോ ടൈഡ്സും എങ്ങനെയാണ് ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ വളരെ ഏർലി ക്ലാസ്സുകൾ തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് ഹൈ ടൈഡ്, എന്താണ് ലോ ടൈഡ്. അപ്പോൾ ദേ ആർ ബേസിക്കലി ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ ലെവൽ. സീ ലെവലിൽ ഉണ്ടാകുന്ന റൈസ് ആൻഡ് ഫാൾ ആണ് നമ്മൾ സാധാരണ ഹൈ ടൈഡ്സും ലോ ടൈഡ്സും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. നമുക്കറിയാം, ലോ ടൈഡ്സ് മോസ്റ്റ്ലി ഒക്കേഴ്സ് ട്വൈസ് ഇൻ എ ഡേ ആൻഡ് ഓൾസോ ഹൈ ടൈഡ്സ് മോസ്റ്റ്ലി ഒക്കേഴ്സ് ഇൻ ട്വൈസ് ഇൻ എ ഡേ. What is the reason behind low tides and high tides? അത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സണ്ണും മൂണും എർത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ ഒരു ലോ ടൈഡുകളും ഹൈ ടൈഡുകളും ഫോം ചെയ്യാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ഈ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ see this figure. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് സണ്ണ്, ഇത് സണ്ണ്, ഇത് മൂൺ, ഇത് എർത്താണ്. ഇവിടെ എർത്ത് സൺ മൂൺ സിസ്റ്റംസ് ഏകദേശം സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഓഷ്യൻ ഏകദേശം ഒരു 2 മീറ്ററോളം ഉയർന്നേക്കണത് കാണാൻ സാധിക്കും. 2 മീറ്റർ ആണ് ഓൾമോസ്റ്റ്. ഇത് ഒരു ലോ ടൈഡ്സും ഹൈ ടൈഡ്സും ഒക്കെ മാക്സിമം ഉണ്ടാവുന്ന 2 മീറ്ററേഴ്സ് ആണ്. അപ്പോൾ ഓഷ്യൻ ഈ ഭാഗത്ത് ഓഷ്യൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെയും അതേപോലെ തന്നെ മറ്റൊരു ഹൈ ടൈഡ് ഉണ്ടാവുന്നു. ഈ 2 പോയിന്റുകളിലും ലോ ടൈഡുകൾ ഉണ്ടാവുന്നു. ഇതൊരു എക്സ്ട്രീം ഹൈ ടൈഡും എക്സ്ട്രീം ലോ ടൈഡും ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ സണ്ണും എർത്തും മൂണും ഒരേ ലൈനിൽ വരികയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, മൂൺ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്തിലെ ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് രീതിയിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. സണ്ണും അതേ രൂപത്തിൽ തന്നെ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾ എഫ് ഇസ് ഈക്വൽ ടു G(m1m2/r²) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആർ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ അവിടെ നിന്ന് മൂണിലേക്കോ, മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സണ്ണിലേക്കോ, സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. M1 M2 എന്ന് പറയുന്നത് ഒന്ന് എർത്തിൻ്റെയും മറ്റൊന്ന് മൂൺ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ സണ്ണിൻ്റെ മാസാണ്. അപ്പോൾ മൂണും സണ്ണും എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് റെസ്പോൺസിബിൾ ആവുന്നത്. മാത്രമല്ല, ഈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മൂൺ എന്ന് പറയുന്ന എർത്തിനെ വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ മൂൺ എർത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ, വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ മൂൺ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കൂടുതൽ ലോ ടൈഡിനും ഹൈ ടൈഡിനും പ്രധാന കാരണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. മൂൺസ് കോൺട്രിബ്യൂഷൻ ഈസ് ക്വൈറ്റ് ലാർജർ ദാൻ that of sun since it is orbiting closer to the sun. സണ്ണിന് ക്ലോസർ ആയിട്ടാണ് closer to the earth since it is orbiting closer to the earth. എർത്തിന് ചുറ്റും മൂൺ വളരെ അടുത്താണ്. എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എർത്ത് സൺ ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആറ് വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. ഡെസ്പൈറ്റ് ഓഫ് ദ എനോർമസ് മാസ്
ഓഫ് സൺ. സണ്ണിന്റെ മാസ് വളരെ ലാർജ് ആണെങ്കിൽ പോലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മൂണിന്റെ കോൺട്രിബ്യൂഷൻ വളരെ ലാർജ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ടൈഡ്സ് ഫോം ചെയ്യുന്നത് സണ്ണിന്റെയും മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ മൂണിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സണ്ണിന്റെ കോൺട്രിബ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്, ഏകദേശം 2 ഇരട്ടിയാണ്. നമ്മളത് അടുത്ത ലെക്ചറിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ മൂൺസ് കോൺട്രിബ്യൂഷൻ ഈസ് ക്വൈറ്റ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് സൺ സിൻസ് ഇറ്റ് ഈസ് ഓർബിറ്റിംഗ് ക്ലോസർ ടു ദ എർത്ത്. ഓക്കെ, ഇതൊരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫിഗറിൽ സണ്ണിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. സണ്ണിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൂണിന്റെ കോൺട്രിബ്യൂഷൻ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മൂണിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എർത്തിന്റെ ഡിഫറെൻറ്റ് പാർട്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന മൂണിന് ക്ലോസർ ആയിട്ടുള്ള റീജിയനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലാർജ് ആയിരിക്കും. കാരണം എന്താ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂണിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റു പോയിന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയർ സൈഡ് ഓഫ് ദ മൂൺ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലാർജ് ആയിരിക്കും. സെന്ററിലും എർത്തിന്റെ ക്രസ്റ്റിലും ഇതുപോലൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. എർത്തും അതേ രൂപത്തിൽ തന്നെ മൂണിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, ചെറുതായിട്ടൊന്ന് ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഇനി ഫാർദർ സൈഡ്, മൂണിന്റെ ഫാർദർ സൈഡിൽ സി എന്ന് പറയുന്ന പോയിന്റിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനേക്കാളും കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെയും അട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്, പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിയുടെയും എനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ജനറലി അത് എന്താ കാരണം വെച്ചാൽ, അതായത് ഡിഫറെൻറ്റ് പാർട്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സെപ്പറേഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് പോയിന്റുകളിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സി. അപ്പോൾ ഈ നിയർ സൈഡിലുള്ള ഓഷ്യൻ മൂണിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ എർത്ത് ചെറുതായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എർത്ത് ടുവേർഡ്സ് ദ മൂൺ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മൂണും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എർത്ത് എന്ന് പറയുന്നത് ഒരു ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഈ പോയിന്റ് സിയിലും ഇവിടെയുള്ള ഓഷ്യൻ ഇവിടെയുള്ള പോയിന്റ് ഈ ഡയറക്ഷനിൽ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും എർത്ത് എന്ന് പറയുന്നത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എന്താ, മൂണിന്റെ പ്രസൻസിൽ എർത്ത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എർത്തിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടാവുമ്പോൾ ഈ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഒരു സ്യൂഡോ ഫോഴ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫ്രെയിമിന്റെ ആക്സലറേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഈ പോയിന്റിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സൈഡിൽ ഒരു ഹൈ ടൈഡ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മീൻസ് this is the fictitious force which is acting away from the center. Okay, സെന്ററിൽ നിന്ന് away from the center ആണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം, എ എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഒരു ഹൈ ടൈഡ് ഒക്കർ ചെയ്യും. സി എന്ന് പറയുന്ന പോയിന്റിൽ എർത്ത് ആക്സലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു ഹൈ ടൈഡ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എർത്തിനെ ഒരു നോൺ ഇനേർഷ്യൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എർത്തിനെ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മുടെ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. എർത്തിന്റെ എല്ലാ പോയിന്റുകളിലും അട്രാക്റ്റീവ് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ
അത് ഡിഫറെൻറ്റ് പോയിന്റുകളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. മാത്രമല്ല അതുകൊണ്ട് തന്നെ രണ്ട് ഹൈ ടൈഡ്സ് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഈ രണ്ട് ഹൈ ടൈഡ്സ് ഒബ്സർവ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റിലും രണ്ട് ലോ ടൈഡ്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനൊരു ബൾജിങ് ഉണ്ടാവുന്നതുകൊണ്ട്, ഓഷ്യന് ഈ രണ്ട് സൈഡുകളിലും ഒരു ബൾജിങ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലോ ടൈഡ്സും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എർത്ത് എന്ന് പറയുന്ന 24 hours കൊണ്ട് ഒരു വട്ടം കറങ്ങി വരുന്നുണ്ട്, സ്വന്തം ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എർത്ത് ഒരു 24 hours ടൈമിൽ രണ്ട് ലോ ടൈഡ്സും രണ്ട് ഹൈ ടൈഡ്സും ഉണ്ടാക്കും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും ഹൈ ടൈഡ്സും ഈ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റുകളിലെ ലോ ടൈഡ്സും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എർത്ത് സ്വന്തം ആക്സിസിൽ 24 hours കൊണ്ട് റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് 2 low tides and 2 high tides in a day. Since moon attracts earth, earth is actually accelerating. Since earth is itself an accelerating frame, the centrifugal force is observed and is responsible for high tides at the farthest side of the moon. Farthest side of the moon le centrifugal force വെച്ചിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. Thus, in order to explain the dynamics of the tidal motion, we have to consider the concepts of non-inertial frames of reference that we will do quantitatively in the next lecture. അപ്പോൾ ഇവിടെ ലോ ടൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നും ഹൈ ടൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവിടെ ഈ ലോ ടൈഡ്സിനും ഹൈ ടൈഡ്സിനും റെസ്പോൺസിബിൾ ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ട് ലോ ടൈഡും രണ്ട് ഹൈ ടൈഡും അറ്റ്ലീസ്റ്റ് ഒരു എർത്തിൽ 24 hours നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈ ഫിഗർ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ടൈഡൽ ബൾജ് കാരണം മൂണിന്റെ ഓപ്പോസിറ്റിൽ ഒരു ടൈഡൽ ബൾജ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ടുവേർഡ്സ് ദ മൂൺ ഒരു ടൈഡൽ ബൾജ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഹൈ ടൈഡും ഇത് രണ്ടും ലോ ടൈഡായിട്ട് മാറും. ഓക്കെ, ഇതൊരു കൃത്യം സ്കെയിലല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഈ ടൈഡൽ ബൾജ് എന്ന് പറയുന്നത് നോർമലി 2 meters ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ കൃത്യം സ്കെയിലല്ല ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് പോയിന്റുകളിൽ ഡിഫറെൻറ്റ് ഫോഴ്സസ്, അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് സൈഡിലും മൂണിൻ്റെ നിയറസ്റ്റ് സൈഡിലും മൂണിൻ്റെ ഫാർത്തസ്റ്റ് സൈഡിലും ഒരു ടൈഡൽ ബൾജ് ഉണ്ടാവും. അത് ഹൈ ടൈഡ്സിന് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഇഫക്റ്റ് പ്രകാരം രണ്ട് ലോ ടൈഡ്സും ഇവിടെ ഒബ്സർവ് ചെയ്യും. നമ്മളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ലോ ടൈഡും ഹൈ ടൈഡും ഒക്കെ ഈ മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മൂൺ എന്ന് പറയുന്നത് എർത്തിന് ചുറ്റും ഓർബിറ്റൽ മോഷനിലാണ്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. 28 days കൊണ്ടാണ് മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്ത് വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂണിന് വാക്സിങ്ങും വെയിലിങ്ങും സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ലോവർ ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. അതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി ദിസ് ഫിഗർ. ഈ ഫിഗറിൽ ഇത് എർത്താണ്, ഇത് മൂണിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനാണ്. ഇതിനെ നമ്മൾ ന്യൂ മൂൺ പൊസിഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇതാണ് സൺ. സണ്ണിനെ ലൈനപ്പ് ചെയ്തുകൊണ്ട് മൂൺ നിൽക്കുന്ന സമയത്ത് എർത്തിൽ നിൽക്കുന്ന ഒബ്സർവർക്ക് മൂണിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ന്യൂ മൂൺ പൊസിഷൻ എന്ന് പറയും. മൂൺ എർത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ വാക്സിങ് സംഭവിക്കും, മൂണിന് വാക്സിങ് സംഭവിക്കും. ഇവിടെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഒരു ഫസ്റ്റ് ക്വാർട്ടർ എത്തുമ്പോഴേക്കും പകുതിയോളം 7 ദിവസം കഴിയുമ്പോഴാണ് ഈ ഫസ്റ്റ് ക്വാർട്ടർ എത്തുക. 7 ദിവസം കഴിയുമ്പോൾ പകുതിയോളം പോർഷന് നമുക്ക് മൂണിനെ കാണാൻ സാധിക്കും. വീണ്ടും കുറച്ചും കൂടി ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടി വാക്സിങ് സംഭവിക്കുന്നു. 14 ദിവസം കഴിയുമ്പോൾ ഫുൾ മൂൺ പൊസിഷൻ കാണുന്നു. ഇവിടെ എർത്തും മൂണും സണ്ണും ലൈനപ്പ് ചെയ്തു. പക്ഷെ എർത്തിന്റെ അപ്പുറത്തെ സൈഡിലാണ് മൂൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ മൂണിനെ നിങ്ങൾക്ക് നൈറ്റിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫുൾ മൂൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും എർത്ത് റിവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് വെയിനിങ് സംഭവിക്കുന്നു. ലാസ്റ്റ് ക്വാർട്ടർ എത്തുമ്പോഴേക്കും
പകുതിയോളം പോർഷൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. വീണ്ടും വാക്സിംഗ് സംഭവിക്കുന്നു. അവസാനം ന്യൂ മൂൺ പൊസിഷനിൽ തിരിച്ചെത്തുന്നു. ഈ ഒരു പ്രോസസ്സ്, ഈ മൊത്തത്തിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 28 ഡേയ്സ്, അറൗണ്ട് 1 മന്തിലാണ് ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടൈഡൽ മോഷന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് മൂണിന്റെ പൊസിഷൻ ഡിഫറെന്റ് പൊസിഷനിലാവുന്നതിനനുസരിച്ച് ടൈഡൽ മോഷന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ന്യൂ മൂൺ പൊസിഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് സണ്ണും എർത്തും മൂണും ലൈനപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ലാർജ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയ ഹൈറ്റൈഡ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡിനെയാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എക്സ്ട്രീം ലോ ടൈഡ് ആയിരിക്കും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത് ന്യൂ മൂൺ പൊസിഷനിലാണ്. ഇതേ രൂപത്തിൽ തന്നെ ഫുൾ മൂൺ പൊസിഷനിലും ഇത് ലൈനപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ബൾജ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതും ഒരു സ്പ്രിംഗ് ടൈഡിന്റെ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ന്യൂ മൂൺ പൊസിഷനിലും ഫുൾ മൂൺ പൊസിഷനിലും സൂപ്പർ ടൈഡ്സ് ആണ് ഒബ്സർവ് ചെയ്യുക. സൂപ്പർ ടൈഡ് മീൻസ് ടൈഡ്സ് ഇറ്റ് ഫോംസ് എക്സ്ട്രീം ടൈഡ്സ്. ഇപ്പം എക്സ്ട്രീം ടൈഡ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് സൂപ്പർ ടൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എർത്തിന്റെ അട്രാക്ഷൻ ഈ ഡയറക്ഷനിലാണ്. എർത്ത് മൂണിന്റെ അട്രാക്ഷൻ. എർത്ത് സണ്ണിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ മൂൺ പൊസിഷനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആയിരിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ്, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രണ്ട് പോയിന്റിലും ഹൈ ടൈഡ്സ് ഫോം ചെയ്യും. പക്ഷെ ഹൈ ടൈഡ്സ് അത്ര വളരെ ലാർജ് ആയിട്ടുള്ള ഹൈ ടൈഡ് ആയിരിക്കില്ല. ലോ ടൈഡും ഇവിടെ ഫോം ചെയ്യും, അതും അത്രത്തോളം ലാർജ് ആയിട്ടുള്ള ലോ ടൈഡ് ആയിരിക്കില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ നീപ്പ് ടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടർ എത്തുമ്പോൾ നമുക്ക് നീപ്പ് ടൈഡ്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് ടൈഡ്സ് ആർ നോട്ട് സോ ഹൈ, ഹൈ ടൈഡ്സ് ആർ നോട്ട് സോ ഹൈ ആൻഡ് ലോ ടൈഡ്സ് ആർ നോട്ട് സോ ലോ. അപ്പൊ അതാണ് നീപ്പ് ടൈഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ തേർഡ് ക്വാർട്ടറിലും സംഭവിക്കും. തേർഡ് ക്വാർട്ടറിൽ എത്തുമ്പോഴും അതേപോലെ തന്നെ എർത്തും മൂണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ടൈഡ്സ് ഒബ്സർവ് ചെയ്യില്ല, മിനിമം ടൈഡ്സ് ആണ് ഒബ്സർവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ നീപ്പ് ടൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫുൾ മൂണിലും ന്യൂ മൂണിലും എക്സ്ട്രീം ടൈഡ്, സൂപ്പർ ടൈഡ്സ് ഉണ്ടാകുന്നു. ദേ ആർ കോൾഡ് ആസ് സ്പ്രിംഗ് ടൈഡ്സ്. Then first quarter and third quarter neap tides are observed. That means tides are high tides are not so high and low tides are not so low. Okay, അപ്പോൾ ഒരു 28 days, അറൗണ്ട് 30 days കൊണ്ട് ഒരു മന്തില് എർത്തിന് ചുറ്റും മൂൺ റിവോൾവ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 സ്പ്രിംഗ് ടൈഡും 2 നീപ്പ് ടൈഡ്സും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം ഒരു ലോ ടൈഡും 2 ലോ ടൈഡും 2 ഹൈ ടൈഡും എർത്ത് സ്വന്തം ആക്സിസിൽ റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം 2 ലോ ടൈഡ്സും 2 ഹൈ ടൈഡ്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 60 ലോ ടൈഡ്സും 60 ഹൈ ടൈഡ്സും ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഔട്ട് ഓഫ് വിച്ച് 2 of them are spring tides and 2 of them are neap tides. ഇതാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് എർത്തും സണ്ണും തമ്മിലുള്ള
ഗ്രാവിറ്റേഷണൽ പുൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു എക്സാമ്പിൾ ആണ് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എർത്തും മൂണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൂളിനേക്കാളും ഒരുപാട് കുറവാണ് എർത്ത് സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് നിങ്ങൾക്കറിയാം. മൂൺ കോൺട്രിബ്യൂഷൻ ആണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ടൈഡൽ മോഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ടൈഡ്സ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മൂണിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതലാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മൂണിനെ ഒഴിവാക്കിക്കൊണ്ട് സണ്ണ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സണ്ണും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ടൈഡ്സ് ഫോം ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സണ്ണ് എർത്തിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എർത്ത് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് എർത്തിലുള്ള ഏത് പാർട്ടിക്കിളും അല്ലെങ്കിൽ ടൈഡ്സ് ആയ എന്താ പറയുക ഓഷ്യൻ ആയാലും ഏത് പാർട്ടിക്കിൾ ആയാലും അത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോ ടൈഡ്സും ഹൈ ടൈഡ്സും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ next lecture mainly focuses on the applications of non-inertial frames by taking the tidal formation of tides as an example. അതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.